ഹലോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനെനിക്ക് കുറച്ച് മെയിലും മെസ്സേജും ഇൻബോക്സ് ഒക്കെ ആയിട്ട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. ചേച്ചി, ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് അറിയേണ്ടത് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, അതിനെങ്ങനെ റിപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് ഒരു ലെങ്തി വീഡിയോ ആവുന്നതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ യൂട്യൂബിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളോട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ അതിന് കോൺഫിഡൻസ് ആയിട്ട് ആൻസർ പറയാന്നുള്ളതാണ്. നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ത് ചോദിക്കുന്നുവോ അതനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകൾ അങ്ങനെയുള്ളതായിരിക്കും നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ടാവുക അല്ലെ. അപ്പം അങ്ങനെ പറയുമ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടി ഇപ്പൊ ഇവര് തന്നിരിക്കുന്ന ഈ പൊസിഷൻ എങ്ങനെ മാച്ച് ആവും എന്നാണ് അവർക്ക് അറിയേണ്ടത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങളിപ്പോ ഒരു അഡ്മിൻ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ ഞാൻ ഇന്ന ഫീൽഡിൽ നേരത്തെ ഇന്ന ഫീൽഡിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഞാനിങ്ങനെ ഇമെയിൽ ഡ്രാഫ്റ്റിംഗ്, ക്ലയന്റ് കോളിംഗ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അതിനകത്ത് കോൺഫിഡൻസ് ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പെക്ടേഷൻ ഓഫ് സാലറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് സാലറി ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു 3K ആണ് എനിക്ക് എക്സ്പെക്ടേഷൻ. കാരണം അതെനിക്ക് കിട്ടുമെന്നുള്ളത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. സോ ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ ഒരു ദുബായിലെ ഒരു മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഒരു ഫ്രഷറെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 2 to 3K ആ ഒരു ഇൻ ബിറ്റ്വീൻ അതിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഒരു സാലറി സ്കെയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ റിപ്ലൈ ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും 3K ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് വേണം എന്നോട് ചോദിച്ചവരുടെ അടുത്ത്. പിന്നെ ഞാൻ അങ്ങനെ റിപ്ലൈ ചെയ്യുമ്പോൾ ചിലവരാണെങ്കിൽ നമ്മളടുത്ത് തിരിച്ച് റിപ്ലൈ ചെയ്യും നമുക്ക് അത്രയും പറ്റത്തില്ല എന്നുള്ളത് പറയുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ മാം, എന്താണ് നമ്മളുടെ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ചുള്ള റേറ്റ് തന്നാൽ മതി അങ്ങനെ പറയണം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഇത് കുറവ് പറ്റത്തില്ലെന്നെങ്കിൽ അങ്ങനെ പറയാം. ആസ് പെർ മാർക്കറ്റ് വാല്യൂ ഇറ്റ്സ് നോട്ട് ഫേവർ ഫോർ മീ നോ സംതിങ് ലൈക്ക് അങ്ങനെ പറഞ്ഞ് അവസാനിക്കുക. ദെൻ അവിടെയും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ റിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് ഫ്ലുവൻസിയുടെ കാര്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാംഗ്വേജ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആണ്. അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും നമ്മൾ ഇംഗ്ലീഷ് തന്നെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ. അത് മലയാളികളാണേലും ഹിന്ദിക്കാരാണേലും ആരായാലും അവർ നമ്മളുടെ അടുത്ത് ഇംഗ്ലീഷിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് അത്യാവശ്യം അവർ ചോദിക്കുന്നത് മനസ്സിലാക്കാനും നമുക്ക് അവരുടെ അടുത്ത് റിപ്ലൈ ചെയ്യാനും സാധിക്കണം കോൺഫിഡൻസ് ആയിട്ട്. അവിടെ നമുക്ക് ഒരു അയ്യോ എനിക്ക് ഇംഗ്ലീഷ് പറ്റത്തില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് എനിക്കിത് പറ്റില്ല എന്ന് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വീഡിയോസ് കാണുക, യൂട്യൂബ് വീഡിയോസ്, കോൺവെർസേഷൻ വീഡിയോസ്, സിനിമ, സബ് ടൈറ്റിൽ ഇട്ട് ഇത് കാണുക. അങ്ങനെയൊക്കെ കുറേയൊക്കെ ചെയ്യുമ്പോൾ കുറെ ഇമ്പ്രൂവ്മെന്റ് വരും. ഞാൻ അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയ ആളാണ്. ഞാൻ എപ്പോഴും വലിയ ഫ്ലുവൻസി ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ അത്രയും ഒരു പ്രാപ്തി എനിക്കായി. ഞാനൊരു 2-3 മാസത്തെ എഫേർട്ടാണ് ഇതിന്റെ ബാക്കിലുള്ളത്. അങ്ങനെ അപ്പോൾ ഉറപ്പായിട്ട് ഇംഗ്ലീഷ് ഒരു മസ്റ്റ് ഘടകമാണ്. അതിൻ്റെ അകത്ത് കോംപ്രമൈസ് പറ്റത്തില്ല. പിന്നെ അപ്പിയറൻസ്, ഏത് വേഷമാണ് കൂടുതൽ ഇന്റർവ്യൂവിന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെയിലുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ പറയുന്നത് അപ്പിയറൻസിന് ഭയങ്കര ഒരു മാർക്കുണ്ട്. അപ്പൊ നിങ്ങളിപ്പം മെട്രോയിൽ ഇപ്പൊ ഭയങ്കര ചൂട് സമയമാണ്. ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ടൈം പീക്ക് ചൂടിന്റെ ടൈമായിരുന്നു. അപ്പൊ നമ്മൾ നിയർ മെട്രോ ഒക്കെ ആണെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ തന്നെ നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ട് വേണം ഇന്റർവ്യൂവിന് കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ അപ്പിയറൻസ് എന്തായാലും അവർ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എനിക്ക് കുറെ പേര് എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ മെയിലുകൾ നോക്കാനൊക്കെ വിട്ടുപോകും. സോ നിങ്ങൾ മെയിൽ അയച്ചില്ലെങ്കിലും എനിക്ക് എന്റെ ഇൻബോക്സിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഈവൻ ഞാൻ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീണ്ടും ഒന്ന് ഹായ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടത് കാണുന്നുണ്ട്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പൊ കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, ബൈ.